പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. ആൻഡ് ബൈബിൾ എക്സ്പോസിഷൻ സൂം വഴി ഈ സഭയിലുള്ളവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഐ എം വെരി ഹാപ്പി. ഒരു ചോദ്യം വരുന്നത്, സഭയിലുള്ള എല്ലാ വിശ്വാസികൾ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ സാധാരണ നമ്മൾ ബൈബിളിലുള്ള ഏതെങ്കിലും പ്രാക്ടിക്കൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശ വിഷയമാണ് സാധാരണ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബൈബിളും ശാസ്ത്രവും അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിശ്വസനീയത അല്ലെ ശാസ്ത്രീയ യുഗത്തിൽ ക്രിസ്തീയ വിശ്വാസം എന്നുള്ള വിഷയം, അത് വൈ ഷുഡ് ബി ടേക്ക് ഇറ്റ്? കാരണം ഇത് പെട്ടെന്ന് ടൈറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ഉപദേശ വിഷയമല്ല, പെട്ടെന്ന് ടൈറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ബൈബിൾ എക്സ്പോസിഷൻ അല്ല, പിന്നെ എന്തുകൊണ്ട് വൈ ഡിസ്കസ് ദീസ് സബ്ജക്ട്സ്? അത് ആദ്യം നമ്മൾ ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി അത് അങ്ങ് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു യുഗമാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു യുഗമായതുകൊണ്ട് ബൈബിൾ സയൻസിന് എതിരാണെന്നോ അല്ലെങ്കിൽ സയൻസ് ബൈബിളിന് എതിരാണെന്നോ ഒരു പ്രസ്താവന എവിടുന്നെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിഷമം ഉണ്ടാകും. കാരണം നമുക്കറിയാം, ഇന്ന് നമുക്ക് ജീവിതത്തിലുള്ള പല രീതിയിലുള്ള സൗകര്യങ്ങൾ അത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാരണം കൊണ്ടാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൻ്റെ കംഫേർട്ടിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ 10,000 കിലോമീറ്റർ ദൂരെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെവറൽ 1000 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാനുള്ള സൗകര്യം ആയിട്ടുണ്ട്. എനിക്ക് ഇത് ഒരു 10 വർഷം മുൻപ് പോലും ഇങ്ങനെയുള്ള സൗകര്യം ലഭ്യമല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഗൾഫിൽ ആരോടെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഫോൺ നമ്പറും കൊണ്ട് ടെലിഗ്രാഫ് ഓഫീസിൽ പോയി അവിടെ നമ്പർ കൊടുത്ത് ബുക്ക് ചെയ്ത് ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരുന്നു. അമേരിക്കയ്ക്ക് ആ കോൾ എങ്കിൽ 10 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരുന്നു കോൾ മെച്യൂർ ആകുന്നത്. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മുഖാമുഖമായിട്ട് വീഡിയോയിൽ സംസാരിക്കാം. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ നൽകിയപ്പോൾ ബൈബിൾ സയൻസിനനുസരിച്ച് ഒരു ഔട്ട്ഡേറ്റഡ് ഒരു ഗ്രന്ഥമാണെന്നോ ബൈബിളിലുള്ള പ്രസ്താവനകളൊക്കെ സയൻസിനെതിരെ പോകുന്നെന്നോ സയൻസ് ബൈബിളിലുള്ള ഒന്നിലധികം കാര്യങ്ങളെ തെറ്റ് എന്ന് തെളിയിച്ചെന്നോ ആരെങ്കിലും പറഞ്ഞാൽ നാച്ചുറലി വിഷമം ഉണ്ടാവും. ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്. പെട്ടെന്ന് ഒരു മറി ചോദ്യം വന്നെന്നിരിക്കും, ബ്രദറെ പറയുന്നവര് പറയട്ടെ, നമുക്കെന്നാ, ദാറ്റ്സ് ഓക്കെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ മറ്റുള്ളവർ വന്ന് വളരെ
അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ, അവരുടെ മനസ്സുകളെ മോഹിക്കുന്ന രീതിയിൽ ബൈബിൾ ഒരു ഔട്ട്ഡേറ്റഡ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു ഔട്ട്ഡേറ്റഡ് ഒരു പുസ്തകമാണ്, ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല എന്ന് നമ്മുടെ കുട്ടികൾ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ ബൈബിളിൽ നിന്നുള്ള ധാരാളം ഓബ്ജെക്ഷൻസ്, അല്ലെങ്കിൽ ബൈബിളിൽ സയൻസുമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നും പറഞ്ഞ് ധാരാളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻസ് ആൻഡ് പ്രപ്പോസൽസ് കൊണ്ടുവന്നിരിക്കാം. സോ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന ആർക്കും ഈ വിഷയത്തിൽ സംശയം ഇല്ലെങ്കിൽ പോലും നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ജൂനിയേഴ്സിനെ ഓർത്ത് ഈ വിഷയത്തിൽ ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. അത്രയും ഞാൻ പറയുമ്പോൾ ചിലപ്പം അടുത്ത ചോദ്യം വന്നെന്നിരിക്കും, ജോൺസൺ ബ്രദറെ, എനിക്ക് സയൻസിൽ വലിയ ആഴമായ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അതുകൊണ്ട് ബൈബിൾ ആൻഡ് സയൻസ് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അല്ലെ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ വിശ്വസനീയതയെക്കുറിച്ച് ബ്രദർ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു മുൻവിധിയുടെ ആവശ്യമില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ബ്രദറെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് സിമ്പിൾ. ബട്ട് ക്ലാസ് മനസ്സിലാകത്തില്ല എന്നുള്ള മുൻവിധിയുടെ ആവശ്യമില്ല. ദെൻ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ടതാണ്. ആരാണ്, എവിടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നത്? ദാറ്റ്സ് ഗുഡ്. അതൊരു വളരെ സീരിയസ് ഒരു ചോദ്യമാണ്. ആക്ച്വലി 1-ാം നൂറ്റാണ്ട് തൊട്ട് ബൈബിളിനെ ചോദ്യം ചെയ്യുന്നവർ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ സങ്കീർത്തനം പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. സോ പഴയ നിയമത്തിൽ തന്നെ ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ പഴയ നിയമവും പുതിയ നിയമകാലം തമ്മിൽ ഉണ്ടായ ഒരു അന്തരം, പഴയ നിയമത്തിൽ അല്ലെ പഴയ നിയമകാലം സങ്കീർത്തനമൊക്കെ എഴുതിയ സമയത്ത് പേപ്പർ ഇല്ലായിരുന്നു, കട്ടി കൂടിയ ലെതറിന്റെ ഷീറ്റ്സിലായിരുന്നു എഴുതിയിരുന്നത്. അതുകൊണ്ട് മൂഢൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവർ സത്യവേദ പുസ്തകത്തെയും സത്യദൈവത്തെയും തള്ളിപ്പറയുന്ന കാര്യങ്ങൾ ലിഖിത രൂപത്തിൽ അങ്ങനെ അധികം ആളുകളുടെ കയ്യിൽ എത്തിയില്ല. എന്നാൽ പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് സിറ്റുവേഷൻ മാറി. പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് എഴുതുവാൻ വേണ്ടി ധാരാളം മെറ്റീരിയൽസ് സുലഭമായി. പ്രത്യേകിച്ച് പെപ്പിറസ്, നമ്മുടെ നാട്ടിൽ പാ നെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കൈത പോലെ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈസ് കൈത പോലുള്ള ഒരു ചെടിയാണ്. അതിന്റെ ഇല എടുത്തിട്ട് അത് കീറി പാ നെയ്യുന്നത് പോലെ തന്നെ നെയ്ത് അത് ഉണക്കി പോളിഷ് ചെയ്ത് അതിൽ എഴുതി തുടങ്ങി. അത് വളരെ ലെതറിനോട് തുലനം ചെയ്ത അത് വളരെ ചീപ്പായിരുന്നു. അങ്ങനെ എഴുതാനുള്ള മെറ്റീരിയൽസ് സുലഭമായതോടെ അതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനസ്സിൽ മാത്രം ദൈവം ഇല്ല എന്ന് പറഞ്ഞ മൂഢൻ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ ഈ പെപ്പിറസിൽ എഴുതി വളരെ വൈഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങി. പുതിയ നിയമത്തിൽ തന്നെ ദൈവവചനത്തെ നിഷേധിക്കുന്ന ആളുകൾ ദൈവസഭയിൽ തന്നെ ഉണ്ടാകുകയും അവർ അവരുടെ ടീച്ചിങ്സിനെ വിശ്വാസികളുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്തതായിട്ട് നാം കാണുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് കർത്താവിന്റെ വരവ്, ആ പ്രോമിസ് എവിടെയായി എന്ന് അവർ ചോദിക്കുന്നു. സോ അങ്ങനെ തിരുവെഴുത്തിന്റെ ഓരോ വശങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും പുതിയ നിയമ കാലയളവായപ്പോഴത്തേക്ക് അവരുടെ ദൈവവചനത്തിന്റെ വിശ്വസനീയതയുള്ള ചോദ്യം അത് വളരെയധികം വർദ്ധിക്കുകയും പെപ്പിറസ് പോലെ എഴുതാൻ ഉള്ള മെറ്റീരിയൽ സുലഭമാകുകയും വില കുറയുകയും ചെയ്തതുകൊണ്ട്
ലിഖിത രൂപത്തിൽ തന്നെ അവർ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. ആ ദൈവവചനത്തോടുള്ള എതിരും അതുപോലെ തന്നെ ദൈവവചനത്തിനെതിരെയുള്ള മാറ്റർ ലിഖിത രൂപത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയത് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. AD 400-നോടടുത്ത് പോറിഫ്രി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിശ്വസനീയതയെ അറ്റാക്ക് ചെയ്ത് ഏതാണ്ട് 25 വോള്യൂംസ് ആണ് എഴുതിയത്. 400 AD-യോടടുത്ത് ഒരാൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് കഴിഞ്ഞ് 1600 വർഷങ്ങളൂടെ കഴിഞ്ഞപ്പം സിറ്റുവേഷൻ എന്തായി കാണും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയും പെട്ടെന്ന് മനസ്സിലൊരു ചോദ്യം വന്നെന്നിരിക്കും, ബ്രദറെ, ഇവരൊക്കെ നിരീശ്വരവാദിയും ദൈവനിഷേധികളുമാണ്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ടീച്ചിങ്സിന് വിശ്വാസികളുടെ ഇടയ്ക്ക് എവിടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. വിശ്വാസികളുടെ ഇടയ്ക്ക് സ്വാധീനം ഉണ്ട് എന്ന് മാത്രമല്ല, നിരീശ്വരവാദികൾ തിരുവെഴുത്തിനെതിരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ബൈബിൾ സ്കൂൾസിൽ വേദവാക്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ സിറ്റുവേഷൻ സീരിയസ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി, അതുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ ഉള്ള ഒരാള് ബൈബിളിനെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന ചെയ്താൽ ആ പ്രസ്താവനയെ കുറിച്ച് ഒരു പ്രോപ്പർ ഒരു ആൻസർ കിട്ടുവാൻ വേണ്ടി ആ കുട്ടി ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് പോയാൽ പലപ്പോൾ മറുപടി കിട്ടുന്നത്, അത് മക്കളെ, ശാസ്ത്രം അങ്ങനെ പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നില്ല. അതൊരു ഡേഞ്ചറസ് ഒരു മറുപടിയാണ്. കാരണം ശാസ്ത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു രോഗമുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, ഡോക്ടർ പറയുന്നത് അതുപോലെ അംഗീകരിക്കുന്നു. അപ്പൊ പിന്നെ ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് വേദപുസ്തകത്തിനെതിരെ അവർ പറയുന്നത് അത് എന്തുകൊണ്ട് തെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും? സോ ബേസിക്കലി വേദപുസ്തകത്തിന് എതിരെ പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമകാലത്ത് വർദ്ധിച്ചു. ആധുനിക കാലമായപ്പോഴത്തേക്ക് അത് അങ്ങ് എക്സ്ട്രീംലി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് എക്സ്ട്രീംലി വർദ്ധിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 400 വർഷങ്ങളിൽ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹിസ്റ്ററി മനസ്സിലാക്കിയെങ്കിലേ നാളെ ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. 400 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ വലിയൊരു നവീകരണം നടന്നെന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, റിനൈസൻസ്. ഈ നവീകരണത്തിന്റെ സമയത്ത് ധാരാളം നിരീശ്വരവാദം നിറഞ്ഞ ആശയങ്ങൾ എഴുതി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. മലയാളികളായ നമുക്ക് അതിൻ്റെ വലിയൊരു ഷെയർ കിട്ടി. കാരണം യൂറോപ്പിലുള്ള നിരീശ്വരവാദികൾ അവരുടെ നിരീശ്വരവാദത്തെ പബ്ലിഷ് ചെയ്ത് ഫ്രീ ആയിട്ട് അവരുടെ ബുക്സ് ഇന്ത്യ മുഴുവൻ അയച്ചു. കേരളം എന്നും ഒരു സാക്ഷര നാടായിരുന്നത് കൊണ്ട് അതിൻ്റെ വലിയൊരു ഷെയർ എത്തിയത് കേരളത്തിലാണ്. തിയോളജിക്കൽ ബുക്സ് എന്നുള്ള പേരിലാണ് അത് കേരളത്തിൽ എത്തിയത്. അങ്ങനെ കേരളത്തിൽ എത്തിയത് കൊണ്ട് അത് കേരളത്തിൽ ധാരാളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ധാരാളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് കേരളത്തിൽ നിരീശ്വരവാദികളുടെ വലിയ ഗ്രൂപ്പ്സും നിരീശ്വരവാദികളുടെ ടീച്ചിങ്സ് നമ്മുടെ യുവവിശ്വാസികളുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്യുവാൻ വേണ്ടി വലിയ മൂവ്മെന്റ്സ് തന്നെ ഉണ്ട്. ആക്ച്വലി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം മുഴുവൻ നിരീശ്വരവാദികളുടെ സംഘങ്ങളുണ്ട്. ലോകം മുഴുവൻ ഉള്ള നിരീശ്വരവാദി സംഘങ്ങളുടെ അസോസിയേഷന്റെ
ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് അടുത്ത ഇടയ്ക്ക് വരെ ഒരു മലയാളിയായിരുന്നു. മലയാളി എന്ന് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ആക്ച്വലി കേരളത്തിൽ നിരീശ്വരവാദികളുടെ ആചാര്യന്മാരായ രണ്ടുപേര്, ഒന്ന് A.T. കോവൂർ എന്ന് നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും, മറ്റേത് ജോസഫ് എടമറുക. ഇവർ രണ്ടുപേരുമാണ് കേരളത്തിലെ നിരീശ്വരവാദികളുടെ ആചാര്യന്മാര്. സോ കേരളം, ഈ 130 കോടി ഇന്ത്യൻസ് ഉള്ളതിൽ കേരളം ഒരു ചെറിയൊരു സംസ്ഥാനം മാത്രമാണ്. അതിൽ കേരളത്തിൽ ഉള്ള ആളുകൾ എന്തുകൊണ്ട് കേരളം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ നിരീശ്വരവാദികളെ ഗൈഡ് ചെയ്യുന്ന ആചാര്യന്മാരായി മാറി? അതിന്റെ കാരണം കേരളത്തിൽ ക്രിസ്ത്യൻസിന്റെ കോൺസെൻട്രേഷൻ വളരെ അധികമായിരുന്നതുകൊണ്ട് യൂറോപ്പിലെ ക്രിസ്തീയ നിരീശ്വരവാദികൾ, അവര് ഇൻ നെയിം അവർ ക്രിസ്ത്യാനികളായിരുന്നു. ഈ ക്രിസ്തീയ നിരീശ്വരവാദികൾ അവരുടെ ബുക്സ് ഇന്ത്യയിലോട്ട് അയച്ചു. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പോർഷൻ കിട്ടിയത് മലയാളികൾക്കായിരുന്നു. അവരുടെ ബുക്സ് വായിച്ച് മലയാളികളിൽ ധാരാളം ആളുകൾ നിരീശ്വരവാദികളായി മാറി. അതുകൊണ്ടാണ് ഇന്ന് നിരീശ്വരവാദം എന്നുള്ള ഐഡിയയെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നയിക്കുന്നത് മലയാളികൾ. ആൻഡ് മലയാളികളിൽ തന്നെ ക്രിസ്ത്യാനികളാണ് ആ ആശയങ്ങൾ നയിക്കുന്നത്. ഇത്രയും ഞാൻ പറയുമ്പോഴും ചിലപ്പം മനസ്സിലൊരു സംശയം വരും, ചിലപ്പോൾ ഒരു ചോദ്യം വരും. ഓക്കെ ബ്രദറെ, ഇതെല്ലാം ശരിയാണ്, എന്നാൽ നിരീശ്വരവാദികളുടെ ഉപദേശം നമ്മളെ ഒന്നും സ്വാധീനിച്ചിട്ടില്ലല്ലോ, നമ്മുടെ സഭകളെ ഒന്നും സ്വാധീനിച്ചിട്ടില്ലല്ലോ ബ്രദറെ, എന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ 4 ഗോസ്പൽസിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഗോസ്പൽ ഏത്? 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യമേ എഴുതപ്പെട്ട സുവിശേഷം ഏത്? ചിലപ്പം ഒരു നല്ല ശതമാനം ആളുകൾ പറയും മർക്കോസ് ആണ് ആദ്യം എഴുതപ്പെട്ടതെന്ന്. നമ്മുടെ സൺഡേ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട് മർക്കോസ് ആദ്യമേ എഴുതപ്പെട്ടതെന്ന്. അത് നിരീശ്വരവാദികളുടെ ഫിലോസഫിയാണ്. ആക്ച്വലി മത്തായി ആണ് ആദ്യം എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മത്തായി സീക്വൻസിൽ ആദ്യമേ വെച്ചിരിക്കുന്നത് തന്നെ. എന്നാൽ 1700കളിൽ തിരുവെഴുത്തിന്റെ വിശ്വസനീയതയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി നിരീശ്വരവാദികൾ ഒരു പുതിയ നവീന ആശയം കൊണ്ടുവന്നു. ആ ആശയം ഇങ്ങനായിരുന്നു: മർക്കോസ് ആണ് ആദ്യം എഴുതപ്പെട്ടത്. മർക്കോസ് യേശുക്രിസ്തുവിന്റെ ഒരു ദൃക്സാക്ഷി അല്ലായിരുന്നു. പത്രോസിന്റെ കൂടെ നടന്ന് പത്രോസ് പറഞ്ഞതൊക്കെ കേട്ട്, അപ്പം പത്രോസ് തന്റെ ഓർമ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടുകേൾവിക്കാരൻ എഴുതിയ പുസ്തകമാണ് മർക്കോസ്. അതാണ് AD ഏതാണ്ട് 50ലോ 60ലോ മർക്കോസ് എഴുതിയത്. ഇവിടെ ഉള്ള ഡിസെപ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ആ ഡിസെപ്ഷൻ നമ്മളെയൊക്കെ സ്വാധീനിച്ചത് എങ്ങനെന്ന് മനസ്സിലാക്കണം. ആർഗ്യുമെന്റ് ഇങ്ങനാണ്: മർക്കോസ് ദൃക്സാക്ഷിയല്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി കഴിഞ്ഞ് 10-25 വർഷം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞ് പത്രോസ് പറഞ്ഞ ആ കേട്ടുകേൾവി മർക്കോസ് എഴുതി. അത് യാതൊരു രീതിയിലും വിശ്വസനീയമായ ചരിത്ര രേഖയല്ല. മർക്കോസ് എഴുതിയതിനെ മത്തായി കോപ്പി അടിച്ചു, മർക്കോസ് എഴുതിയതിനെ ലൂക്കോസ് കോപ്പി അടിച്ചു. അതുകൊണ്ട് മർക്കോസ് ആദ്യം വന്നു, മത്തായി പിന്നെ വന്നു, ലൂക്കോസ് പിന്നെ വന്നു. ഇവർ രണ്ടുപേരും മർക്കോസ് എഴുതിയ കോപ്പി അടിച്ചതാണ്. ഇത് 1700കളിൽ നിരീശ്വരവാദികൾ തിരുവെഴുത്തിനെ എതിർക്കുവാൻ വേണ്ടിയും, തിരുവെഴുത്ത് വിശ്വസനീയമായ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം വിശ്വസനീയമല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി 1700കളിൽ യൂറോപ്പിലെ നിരീശ്വരവാദികൾ ഉണ്ടാക്കിയ തിയറിയാണ്. ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ എന്താണ്? നിരീശ്വരവാദികളുടെ ഈ സിദ്ധാന്തത്തെ കണ്ണടച്ച് നമ്മൾ വിശ്വസിച്ചിരിക്കുവാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യ പുസ്തകം ഏതായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആളുകൾ പറയും മർക്കോസ് ആണെന്ന്. അതാണ്
നിരീശ്വരവാദികളുടെ ഇൻഫ്ലുവൻസ്. അതുകൊണ്ട് ബ്രദറെ, നമുക്കാർക്കും നിരീശ്വരവാദികളുടെ ഇൻഫ്ലുവൻസ് ഇല്ല, നമ്മുടെ സഭകളിൽ പഠിപ്പിക്കാറില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, 1700 വർഷങ്ങൾ സഭയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു മത്തായി ആദ്യമേ എഴുതിയെന്നും അത് കഴിഞ്ഞ മർക്കോസ് എഴുതിയെന്നും. മർക്കോസ് ഒരു ദൃക്സാക്ഷിയായിരുന്നെന്നുള്ള കാര്യം, മർക്കോസ് പത്രോസിന്റെ കൂടെ നടന്നെന്നുള്ളത് സത്യമാണ്, ബർന്നബാസിന്റെ കൂടെ നടന്നെന്നുള്ള സത്യമാണ്. എന്നാൽ മർക്കോസ് ഒരു ദൃക്സാക്ഷിയായിരുന്നെന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ തെളിവുകളുണ്ട്. ബട്ട് 300 വർഷങ്ങൾക്ക് മുൻപ് ഈ നിരീശ്വരവാദികൾ തിരുവെഴുത്തിനെതിരെ ആ കുത്തിവെച്ച, അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് വിട്ട ആ വിഷവിത്ത് അത് മുളച്ച് പന്തലിച്ച് ഇന്ന് നമ്മളെല്ലാം അവരാഗ്രഹിച്ചതും അവർ പറഞ്ഞതുമാണ് ഇന്ന് നാം പറയുന്നത്. അതുകൊണ്ട് ബ്രദറെ, ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ നിരീശ്വരവാദികളുടെ ആശയമായിട്ട് യോജിക്കുന്നില്ലെന്ന് പറയുന്ന ആളുകളാണ് മർക്കോസ് ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തില് ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം വിശ്വാസികൾ ചാടി പറയും യാക്കോബ എഴുതപ്പെട്ടതെന്ന്. അതും നിരീശ്വരവാദികളുടെ ഉപദേശമാണ്. ഓക്കെ, ഇതൊക്കെ എപ്പോഴാണ് എഴുതപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരു നല്ല ശതമാനം വിശ്വാസികൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും എല്ലാം AD 50 അല്ലെ 60 കഴിഞ്ഞാണ് എഴുതപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷമോ അത് AD 90 എഴുതിയത്. ആൻഡ് വെളിപ്പാട് പുസ്തകം AD 95 എഴുതിയത്. ഇത് നിരീശ്വരവാദികളുടെ ഉപദേശമാണ്. അവരാണ് ഈ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ കുത്തിവെച്ചത്. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ AD 33 നടന്ന സംഭവങ്ങൾ AD 90 കഴിഞ്ഞപ്പോൾ ഒരു കിളവൻ എഴുതി കഴിഞ്ഞാൽ നാച്ചുറലി പിച്ചും പേയും പറയുന്ന പ്രായത്തിൽ ഒരാൾ എഴുതി കഴിഞ്ഞാൽ അത് ചരിത്രപരമായി വിശ്വസനീയമല്ല. അതിനുവേണ്ടിയാണ് അവർ പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം AD 90 എഴുതിയതാണ്. നമ്മളത് വേദവാക്യമായിട്ട് പഠിക്കുന്നു, പുൾപിറ്റിൽ നിന്ന് പഠിപ്പിക്കുന്നു. സോ നിരീശ്വരവാദികൾ പറയുന്നതൊന്നും അത് എന്നെ സ്വാധീനിച്ചിട്ടില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ. നമ്മൾ അങ്ങനെയാണോ വിശ്വസിച്ചിരുന്നത് എങ്കിൽ നിരീശ്വരവാദികൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ സഭകളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ ബൈബിൾ സ്കൂൾസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നാളെ അതുകൊണ്ട് വേദോസ്തവത്തിന്റെ വിശ്വസനീയതയെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുമ്പോൾ, അല്ലെ മറുപടി പറയാൻ ശ്രമിച്ചാൽ, ഈ നിരീശ്വരവാദികളുടെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് വേദപുസ്തകത്തിനെ വേണ്ട രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഞാൻ പറയുമ്പോൾ അടുത്ത ചോദ്യം വരും, ബ്രദറെ വേദോസ്തവത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം എന്ത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ഓഡിയൻസിലുള്ള യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അതിൽ പലർ പറയും അവർ സ്കൂളിലും കോളേജിലും പഠിച്ച സമയത്ത് വേദപുസ്തകം വിശ്വസനീയ ഗ്രന്ഥമല്ല, ചരിത്രപരമായി വിശ്വസനീയ ഗ്രന്ഥമല്ല, സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞ് അവരെ അവരുടെ ഫ്രണ്ട്സ് എത്രയോ അധികം ടെററൈസ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ഏകദേശം 45 വർഷങ്ങളായി, 45-ൽ കൂടുതൽ വർഷങ്ങളായി ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് മിനിസ്ട്രി ചെയ്യുന്നു. ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരിക്കണം എന്ന്. പ്ലസ് ഞാൻ എപ്പോഴും ചെറുപ്പക്കാരെ ഓർപ്പിക്കുന്ന കാര്യമാണ്, മക്കളെ ക്ലാസ് കഴിഞ്ഞ് ഈ ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസിൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നത് കാണുവാണെങ്കിൽ അയ്യോ ജോൺസൺ അങ്കിളിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, ബിസി ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്ന യുവ സഹോദര സഹോദരിമാര് നമ്മുടെ മക്കളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അതിൽ എത്രയോ ആളുകൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞ് ഈ നിരീശ്വരവാദികളുടെ ടീച്ചിങ് കേട്ട് ബൈബിൾ വിശ്വസനീയമായ ഒരു ഗ്രന്ഥം അല്ല എന്ന് ചിന്തിച്ച് അവരുടെ ആത്മീക ജീവിതത്തിൽ പിന്മാറിപ്പോയിട്ടുണ്ട്. പിന്മാറിപ്പോയ ധാരാളം ആളുകളെ എനിക്കറിയാം. സോ നമ്മൾ ഈ വിഷയങ്ങളിൽ
വേണ്ട രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുത്തില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ഇത് വളരെ സീരിയസ് ആയിട്ട് ബാധിക്കും. ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഒന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ വളരെ ബ്രീഫായിട്ട് എൻ്റെ ടെസ്റ്റ് മണി ഏതാ ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് സംബന്ധിച്ച് എൻ്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ഈ വിഷയം ഒരു പ്രാവശ്യം കൂടെ എംഫസൈസ് ചെയ്ത് പറയുന്നതായിരിക്കും. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ മലയാള ഭാഷയിൽ എന്തെങ്കിലും ലിറ്ററേച്ചർ അവൈലബിൾ ആണോ എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വന്നെന്നിരിക്കും. KV ജോർജ് പത്തനാപുരം, ലേറ്റ് KV ജോർജ് പത്തനാപുരം ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകം വിശ്വസനീയമോ എന്നും പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. എന്നാൽ ആർക്കെങ്കിലും അതിൻ്റെ ഒരു കോപ്പി എവിടുന്നെങ്കിലും സംഘടിപ്പിക്കാമെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും. ഈ വിഷയത്തിൽ ഞാൻ പല ബുക്സ് എഴുതിയിട്ടുണ്ട്. അതിൽ എൻ്റെ കയ്യിൽ ഇന്ന് പെട്ടെന്ന് എല്ലാം ഒന്നും ഇല്ല. മലയാളത്തിൽ ഈ വിഷയത്തിൽ ഞാൻ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പുസ്തകം ദൈവം സത്യമോ മിഥ്യയോ എന്നും പറഞ്ഞായിരുന്നു. ആ പുസ്തകം ഇപ്പം ഏതാണ്ട് 25 വർഷമായിട്ട് ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. അത് കഴിഞ്ഞ് പബ്ലിഷേഴ്സ് ആരും അത് റീപ്രിന്റ് ചെയ്തിട്ടില്ല. എന്നാൽ ആ പുസ്തകം ഈ ബുക്കായിട്ട് അധികം താമസിക്കാതെ ഞങ്ങൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലാസ്സസ് കഴിയുമ്പോൾ വാട്സാപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈബിൾ ആൻഡ് സയൻസ്, ബൈബിൾ ആൻഡ് എവല്യൂഷൻ ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ എഴുതി തൊട്ടുള്ള ധാരാളം ബുക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു പുസ്തകം 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പരമാവധി 15 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ലെങ്തില് ആൻഡ് സൈസിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ചില ബുക്സ് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, ബൈബിൾ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്. ഇത് മുംബൈയിലുള്ള GLS ആണ് പബ്ലിഷ് ചെയ്തത്. 3-4 എഡിഷൻസ് കഴിഞ്ഞു. അടുത്ത എഡിഷൻ ഇപ്പം അവർ റീപ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഈ വിഷയത്തിൽ ഒരു പുസ്തകം എഴുതിയിരുന്നു. അത് ഏകദേശം 25 വർഷം മുൻപാണ് പബ്ലിഷ് ചെയ്തത്. ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ്. ഇതിപ്പോ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. എന്നാൽ ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് എന്നുള്ളത് അത് ഈസി ആയിട്ട് വായിക്കാവുന്ന ബുക്സ് ആയിട്ട് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അയച്ചു തരാവുന്നതാണ്. വേദപുസ്തകത്തിന്റെ വിശ്വസനീയത അതിൽ തന്നെ വലിയ ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഏകദേശം 20 വർഷം മുൻപ് ഞാനൊരു മേജർ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയായിരുന്നു. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ്. A4 സൈസില് ഏകദേശം 800 പേജ് വരുന്ന പുസ്തകമാണ്. ഈ പുസ്തകവും ഇപ്പൊ അവൈലബിൾ അല്ല. എന്നാൽ ഈ പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും DTP കഴിഞ്ഞു. ഞങ്ങളിപ്പോ അത് ചെറിയ ചെറിയ ബുക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അത് ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ബ്രദർ സാബു പോളിനോട് ചോദിച്ചാൽ എൻ്റെ വാട്സാപ്പ് നമ്പർ തരുന്നതായിരിക്കും. അല്ലെ ബ്രദർ റിച്ചിയോട് ചോദിച്ചാലും എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് റെഗുലറായിട്ട് നിങ്ങൾക്ക് ബുക്സ് ആയിട്ട് അയച്ചു തരാം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ചോദ്യം. ഓക്കെ ബ്രദർ ജോൺസൺ, ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ബൈബിൾ ആൻഡ് സയൻസ് തമ്മിൽ യാതൊരു രീതിയിലുമുള്ള കോൺഫ്ലിക്റ്റ് ഇല്ല. സയൻസ് ആൻഡ് ബൈബിൾ തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല.
അങ്ങനെയെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ബ്രദറിന് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ളത് അത് അതിവിശാലമായ ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കിയാണ് സഹോദരന്മാര് ജസ്റ്റ് 1-2 ക്ലാസ്സസ് സ്കാഡ്യൂൾ ചെയ്യുന്നതിന് പകരം ഏതാണ്ട് 10 ക്ലാസ്സസ് സ്കാഡ്യൂൾ ചെയ്തത്. കാരണം ഇന്ന് സയൻസ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു വിഷയമല്ല. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. അതല്ലാതെ എത്ര വിഷയങ്ങളുണ്ട്. അസ്ട്രോണമി ഉണ്ട്, അസ്ട്രോഫിസിക്സ് ഉണ്ട്. ഇതിലൊരു നല്ല ശതമാനം വിഷയങ്ങൾക്ക് ബൈബിളുമായിട്ട് ബന്ധമുണ്ട്. അസ്ട്രോഫിസിക്സിന്റെ കാര്യം പറഞ്ഞാൽ, സാധാരണ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഏതാണ്ട് 450 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെ 4500, ഡിപ്പെൻസ് അപ്പോൺ ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ 20,000 വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു മഹാസ്ഫോടനത്തിൽ കൂടെയാണ് ഈ പ്രപഞ്ചം അസ്തിത്വത്തിൽ വന്നതെന്ന്. ബൈബിൾ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. അപ്പൊ ഈവൻ അസ്ട്രോഫിസിക്സിന് പോലും ബൈബിളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം അനുവദിച്ചാൽ ഇവിടെ ബൈബിൾ ആൻഡ് ഫിസിക്സിനെ കുറിച്ച് മാത്രമല്ല, ദൈവം അനുവദിച്ചാൽ ബൈബിൾ ആൻഡ് ഹിസ്റ്ററി എന്നുള്ള വിഷയത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ബൈബിൾ ആൻഡ് ആർക്കിയോളജി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ദൈവാസ്തിക്യവും ഒരു യുക്തിയും ദൈവാസ്തിക്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ഈവൻ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ക്ലോണിംഗ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. കാരണം ക്ലോണിങ്ങിൽ കൂടെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ ആവശ്യമില്ലാതെ മനുഷ്യൻ ജീവനെ സൃഷ്ടിച്ചെടുത്തു എന്ന് ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു വാദമുണ്ട്. അപ്പം ദൈവത്തിന്റെ ആവശ്യമില്ലാതെ മനുഷ്യൻ തന്റെ ബുദ്ധിയും കൊണ്ട് ഒരു പുതിയ ജീവനെ സൃഷ്ടിച്ചെടുക്കുവാണെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ അതിന്റെ യുക്തി എന്ത് എന്ന് പലർ ചോദിക്കാറുണ്ട്. അപ്പൊ ആക്ച്വലി ബൈബിൾ ആൻഡ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകത്തിന്റെ വിശ്വസനീയത എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വ്യാപ്തി ഉള്ള ഒരു വിഷയമാണ്. അതിന്റെ എല്ലാ വശങ്ങളും ദൈവം അനുവദിച്ചാൽ നമ്മൾ ടച്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അതിന്റെ ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും സമയം ഞാൻ ഈ വിഷയം എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതായിരുന്നു. ഇനി ഡയറക്ട്ലി ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും സയൻസ് ആൻഡ് ടെക്നോളജി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതിന്റെ കാരണം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ 1ാം ക്ലാസ് തൊട്ട് അവരെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സുകളിൽ സയൻസിനോട് വലിയൊരു ഭക്തിയുണ്ട്. ഭക്തി എന്ന് തന്നെ പറയണം. കാരണം ഒരു കുട്ടി സ്കൂളിൽ പോയി ഒരു വിഷയം പഠിക്കുമ്പോൾ തന്നെ ഒരു ലാബറട്ടറിയിൽ കൊണ്ടുപോകുന്നില്ല, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കുന്നില്ല. താൻ ചിലപ്പം PDCയിൽ എത്തുമ്പോഴായിരിക്കും, അല്ലെ BSc ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഒരു കെമിസ്ട്രി അല്ലെ ഫിസിക്സ് ലാബറട്ടറിയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഒരു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ലാബറട്ടറിയിൽ പ്രവേശിച്ച് ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് വരെ സയൻസ് പറയുന്നത് ശരി എന്ന് നമ്മുടെ മനസ്സിലുള്ള ആ ആശയം
ബേസിക്കലി സയൻസിനോടുള്ള ഒരു ഭക്തിയാണ്. ഈ ഭക്തി നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളും നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഭക്തിയുടെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാല് സയൻസ് എന്ന ആ വിഷയത്തിൽ ബ്ലൈൻഡ് ഫെയ്ത്ത് ഉള്ളതിന്റെ കാരണം കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ കിടക്കുന്നത് ഒരു ഐഡിയ, സയൻസ് ഈക്വൽ ടു ട്രൂത്ത്. സയൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള സത്യം, അല്ലെങ്കിൽ സത്യങ്ങൾ, അല്ലെങ്കിൽ വസ്തുതകൾ ആണെന്ന് ഒരു ഐഡിയയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ സയൻസ് ഈസ് ഈക്വൽ ടു വസ്തുത. സോ സയൻസ് ഇന്നത് പറയുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതൊരു വസ്തുതയല്ലേ എന്നുള്ള ഐഡിയയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആദ്യമായിട്ട് ആ വിഷയം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കൽപ്പനയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രണത്തിലെടുക്കാൻ. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് സബ്ഡ്യൂ ദ എർത്ത്. ഈ ഭൂമിയെ കീഴ്പ്പെടുത്താനാണ് കർത്താവ് മനുഷ്യനോട് പറഞ്ഞത്. അപ്പൊ ഈ ഭൂമിയെയും ഈ ഭൂമിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യന്റെ കഴിഞ്ഞ 6000 വർഷങ്ങളുടെ ശ്രമത്തിന്റെ കാരണം കൊണ്ടാണ് സയൻസ് ഡെവലപ്പ് ചെയ്തത്. ഇവിടെ 6000 വർഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കും, എന്താ ഈ ജോൺസൺ ബ്രദർ പറയുന്നത്, ഈ പ്രപഞ്ചത്തിന് 6000 വർഷമേ പഴക്കമുള്ളൂ എന്നാണോ ഈ ബ്രദർ പറയുന്നത്? യെസ്, വേദപുസ്തകത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഏജ് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാല് 6000-ന്റെയും 10,000-ന്റെ ഇടയ്ക്കാണ്. റഫ്ലി പറഞ്ഞാൽ, ഒരു അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാല് ഒരു 8,000 വർഷമേ ഈ പ്രപഞ്ചത്തിന് പഴക്കമുള്ളൂ ബൈബിളിനനുസരിച്ച്. സാധാരണ പല ബൈബിൾസിൽ 6000 എന്ന് പറയും. എന്നാൽ ആ ഉത്പത്തിയിലൊക്കെ ഉള്ള ജീനിയോളജിയില് അവിടെ ഇവിടെയും 1-2 ഗ്യാപ്സ് ഉണ്ട്. വലിയ ഗ്യാപ്സ് ഇല്ല. ചിലയിടത്ത് 1 തലമുറ, ചിലയിടത്ത് 2 തലമുറയുടെ ഗ്യാപ്പ് ഉണ്ട്. കാരണം ഉത്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ജീനിയോളജി വേദപുസ്തകത്തിന്റെ മറ്റ് ബുക്സ്, അതുപോലെ തന്നെ മത്തായിയില്, അതുപോലെ ലൂക്കോസിലുള്ള ജീനിയോളജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ആ ഗ്യാപ്പ് ഉള്ളതുകൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാല് ഈ സൃഷ്ടിയുടെ ഏജ് പരമാവധി വലിച്ചു നീട്ടിയ ഒരു 8,000 വർഷങ്ങളാക്കാൻ സാധിക്കും. അത് ഞാൻ പറയുമ്പോഴത്തേക്ക് ചിലപ്പം പിന്നെയും ചോദ്യം വന്നെന്നിരിക്കും, ബ്രദറെ അങ്ങനെയെങ്കിൽ, ഇപ്പൊ ബ്രദർ പറഞ്ഞു പരമാവധി 8,000 എന്ന് പറഞ്ഞു, എന്നാൽ ആദ്യം 10 എന്ന് പറഞ്ഞു, റൈറ്റ്? ഞാൻ മിനിമം ആൻഡ് മാക്സിമം പറഞ്ഞതാ. മിനിമം 6,000, മാക്സിമം 10. ഒരു ആവറേജ് നോക്കിയാൽ ഒരു 8,000 വർഷത്തിൽ കൂടുതൽ പ്രപഞ്ചത്തിന് പഴക്കമില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ പിന്നെയും ഒരു ചോദ്യം വന്നിരിക്കും, ബ്രദറെ എന്താ ഈ പറയുന്നത്? കുട്ടികളുടെ സയൻസ് ബുക്കിലൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചം 4 ബില്യൺ ആണ്, 10 ബില്യൺ ആണ്, മില്യൺ അല്ല ബില്യൺ ആണ്, 20 ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ഈ പാഠപുസ്തകങ്ങൾ പറയുമ്പോൾ ബ്രദർ എന്താണ് ഈ പറയുന്നത്? 6,000-ന്റെ 10,000-ന്റെ ഇടയ്ക്കോ? നമ്മൾ സാധാരണ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ, അല്ലെ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതിന്റെ കാരണം, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വസ്തുത എന്നൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ട്. ചെറുപ്രായം തൊട്ടേ, സ്കൂൾ ലൈഫ് തൊട്ട് നമ്മൾ സയൻസിന്റെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചു വരുന്നത് അതൊരു വസ്തുതയാണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സുകളിലുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ പേരിൽ ആരെന്ത് പറഞ്ഞാലും അതൊരു വസ്തുതയാണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ്
ഈ ചോദ്യം വരുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ കീഴ്പ്പെടുത്താൻ കർത്താവ് പറഞ്ഞതിനനുസരിച്ച് മനുഷ്യൻ ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും പഠിച്ചു തുടങ്ങി. ആ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ക്രമീകൃതമായിട്ട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് സയൻസ് ഡെവലപ്പ് ചെയ്തത്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് ക്രമീകൃതമായിട്ടുള്ള പഠനത്തിന്റെ പരിണിത ഫലമാണ് സയൻസ്. എന്നാൽ സയൻസ് എന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെ ഭൂമിയെക്കുറിച്ചുള്ള ഈ പഠനത്തിൽ കൂടെ മനുഷ്യൻ സംഗ്രഹിച്ച കാര്യങ്ങളെല്ലാം വസ്തുതകൾ മാത്രമാണ് എന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് തന്നെ അറിയാം, ഒരു സയൻസിന്റെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ മാത്രമല്ല, ഒരു ബയോളജിയുടെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറേയേറെ വാക്കുകൾ കേൾക്കാറുണ്ട്. ഹൈപ്പോഥേസിസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തിയറി എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ലോ എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ഒരു തിയറിയാണ് ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സ്കൂൾ ലൈഫിൽ തന്നെ കേട്ടിട്ടുള്ളതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം തിയറിയും ലോ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ രണ്ടിന് ലോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം യൂണിവേഴ്സൽ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നതിന് പകരം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്തുകൊണ്ടാ പറയുന്നത്? അതുപോലെ പരിണാമ സിദ്ധാന്തം, അത് എന്തുകൊണ്ട് സിദ്ധാന്തം എന്ന് പറയുന്നത്? പരിണാമത്തിന്റെ നിയമം എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി ദൈവം അനുവദിച്ചാൽ ഈ 10 ക്ലാസ്സസിൽ ഞാൻ എടുക്കുന്നത് അതിൻ്റെ എല്ലാം കൂടെ ഒരു മാജിക് കീ, അല്ലെങ്കിൽ സയന്റിഫിക്കലി പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ കീ ഉണ്ട്. ഓരോ താഴിനും അതിൻ്റെതായ കീ ഉണ്ടെങ്കിലും ചില കമ്പനികൾ ഉണ്ടാക്കുന്ന എല്ലാ താഴുകൾക്ക് ഒരു യൂണിവേഴ്സൽ കീ ഉണ്ട്. അതത് താഴിന്റെ കീക്ക് മാത്രമേ അതിനെ തുറക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാലും യൂണിവേഴ്സൽ കീ ആരുടെ കയ്യിലുണ്ട്, ആ വ്യക്തിക്ക് ആ കമ്പനി സപ്ലൈ ചെയ്ത ഒരു പർട്ടിക്കുലർ ലോട്ടിലുള്ള എല്ലാ താഴുകളും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തിന് ഒരു യൂണിവേഴ്സൽ കീ ഉണ്ട്. ആ യൂണിവേഴ്സൽ കീ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ അതിന് സയൻസിൽ വലിയ അഡ്വാൻസ്ഡ് ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല. PhDയുടെ ആവശ്യമില്ല, MSCയുടെ ആവശ്യമില്ല, ഈവൻ BSCയുടെ ആവശ്യമില്ല. ഒരു 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള, 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇക്കാലത്ത് സയൻസിന്റെ നല്ലൊരു ഡോസ് കിട്ടുമല്ലോ. ഒരു 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു യൂണിവേഴ്സൽ കീ ആണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെയാണ്. ഈ വിഷയത്തിൽ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലിൽ പോകുന്നത്. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സയൻസിൽ തന്നെ തിയറീസ് ഉണ്ട്, സയൻസിൽ തന്നെ ലോസ് ഉണ്ട്. രണ്ടും ഒരു കാറ്റഗറി അല്ല. ഒരു ലോ അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% വിശ്വസനീയമാണ്. അതേസമയത്ത് ഒരു തിയറി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും റിലയബിൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അതൊരു തിയറി ആയിട്ട് കിടക്കുന്നത്.
അത് റിലയബിൾ അല്ലെ വിശ്വസനീയമാകുമ്പോൾ അതൊരു ലോ ആയിട്ട് മാറും. കോടതിയിൽ ഒരു വ്യക്തി ഒരു ദൃക്സാക്ഷിയായിട്ട് ചെല്ലുമ്പോൾ കോടതി ജഡ്ജും വക്കീലും ആ വ്യക്തിയോട് ആവർത്തിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ കണ്ട കാര്യം എന്ത്? ജഡ്ജിയുടെ മുമ്പില് മൈ ലോർഡ്, എനിക്ക് ആ വിഷയത്തെക്കുറിച്ചൊരു തിയറി ഉണ്ടെന്ന് പറഞ്ഞാൽ ജഡ്ജി ഉടനെ പറയും, സ്റ്റേറ്റ് ദ ഫാക്ട്സ്, വസ്തുത എന്തെന്ന് പറയൂ. നിങ്ങളുടെ തിയറി അറിഞ്ഞിട്ട് ഈ കോടതിക്ക് കാര്യമില്ല. കാരണം ഒരു തിയറിക്ക് യാതൊരു സ്റ്റാൻഡിങ് ഇല്ല. വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, സയൻസില് ധാരാളം തിയറീസ് ഉണ്ട്, സയൻസിൽ ധാരാളം ലോസ് ഉണ്ട്. അതിൽ തിയറി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു സ്റ്റാൻഡിങ് ഇല്ല. അത് സയൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണെങ്കിലും അത് ചിലപ്പോൾ ഇന്നുണ്ട്, നാളെ കാണത്തില്ല. സയൻസിൽ ലോ അല്ലെങ്കിൽ ഫാക്ട്, അതാണ് സ്ഥാപിക്കപ്പെട്ട വസ്തുത. സയൻസ് എന്ന് പറഞ്ഞാൽ ഏത് തലമുറയുടെ സയൻസ് എടുത്താലും അതിൽ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും ഉണ്ട്. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം അത് സ്ഥാപിക്കപ്പെടട്ടെ, ലെറ്റ് us വെയിറ്റ്. സ്ഥാപിക്കപ്പെട്ട വസ്തുത നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, മനുഷ്യൻ ഈ ഭൂമിയിലായ കാലം തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുത പോലും ബൈബിളിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, ഇതാണ് കീ. ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുത പോലും ബൈബിളിന്റെ ഒരു പ്രസ്താവനയെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. അത് റിവേഴ്സിൽ നോക്കിയാല് വേദപുസ്തകത്തിന്റെ ഒരു പ്രസ്താവന പോലും ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയ്ക്ക് എതിരെ പോയിട്ടില്ല. ദാറ്റ് ഈസ് ദ കീ. ഈ താക്കോലിന്റെ കീയുടെ ആപ്ലിക്കേഷൻ എങ്ങനെ, അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, ഈ തിയറിയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയേണ്ടത് ആവശ്യമാണ്. സ്ഥാപിക്കപ്പെട്ട വസ്തുതയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നമ്മൾ അറിയേണ്ടതാണ്. എന്നാൽ ഇന്ന് ഞാൻ അതെല്ലാം കൂടെ പറയാൻ പോയാൽ അത് ഒത്തിരി ഹെവി ആകും, ബോറിംഗ് ആകും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ വിഷയത്തിന്റെ താക്കോൽ നിങ്ങളുടെ മുൻപിൽ വെക്കുവാണ്. ആരെങ്കിലും നാളെ നിങ്ങളോട് വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, ഓ ഇന്ന കാര്യം കേട്ടില്ലേ, അത് ആ കാര്യം ബൈബിള് ശാസ്ത്രീയമായിട്ട് തെറ്റാന്ന് തെളിയിച്ചു. വാട്ട് ഈസ് ദ കീ? ഇമ്മീഡിയറ്റ്ലി നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്നേഹിതൻ അല്ലെ ഈ സ്നേഹിത ബൈബിളിനെതിരെ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ ശാസ്ത്രത്തിന്റെ പേരിൽ പറഞ്ഞ ആ കാര്യം ഒരു ശാസ്ത്ര വസ്തുതയാണോ അതോ വെറും ഒരു സിദ്ധാന്തമാണോ? ക്ലോസിങ്ങിന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും അധികം നീട്ടുന്നില്ല. ക്ലോസിംഗ് പ്രയറിനുള്ള സമയം മാത്രമേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇവിടുന്ന് നമ്മൾ പിക്കപ്പ് ചെയ്ത് ഈ വിഷയത്തിന്റെ ഡീറ്റെയിൽസും അത് കഴിഞ്ഞ് ധാരാളം ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത ഉദാഹരണങ്ങളും പരിശോധിക്കുന്നതായിരിക്കും. എന്നെ ഇങ്ങനെ ക്ഷണിച്ചതിന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ സഭയോട് നന്ദി രേഖപ്പെടുത്തുന്നു.